അസ്സലാമു അലൈക്കും. സൈലു ഫർസ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷത്തിലിരിക്കുക. ഇന്ന് ഞാൻ ആലത്തൂർ പോയി വന്നപ്പോൾ കുറച്ച് മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ചെമ്മീനാണ്, നല്ല വലിയ ചെമ്മീൻ കണ്ടപ്പോൾ മേടിക്കാനൊരു പൂതി. എപ്പോഴൊന്നും മേടിക്കില്ല, ഞാൻ അച്ചുണ്ടായത് കൊണ്ട് മേടിച്ചാൽ എനിക്കിഷ്ടമാണ്. അപ്പം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവന് വന്നതല്ല, അവൻ 2-3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്നപ്പോൾ അവൻ ഒത്തിരി മേടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴെങ്കിലുമൊക്കെ മീൻ മേടിക്കുള്ളൂ. അപ്പോൾ ഒത്തിരി പച്ചനങ്കിയും മേടിച്ചു. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഞാൻ നേരാക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ചെമ്മീനും പച്ചനങ്കിയൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ മസാല പുരട്ടി വെക്കണം. അതൊക്കെയൊന്നും എടുക്കില്ല. അപ്പോൾ ഞാൻ ചെമ്മീൻ എടുക്കുള്ളൂ, നങ്കി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അപ്പം അതിനൊക്കെ ഒന്ന് മസാല കൂട്ടി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ മസാല കൂട്ടിയെടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ പറഞ്ഞ മാതിരി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഞാൻ മസാല കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിക്ക് വെക്കേണ്ടത് ഫ്രിഡ്ജിക്ക് വെച്ചു. ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അത് രാത്രിയേക്കുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ഞാൻ അതിനൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിന് ഞാൻ ഫ്രൈ പോലെ ആക്കിയിട്ട് പിന്നെ ഞാൻ മറ്റേ നമ്മൾ കടായിപ്പൊലി ആക്കില്ലേ, അങ്ങനെ ആക്കി എടുക്കാനാണ്, റോസ്റ്റ് പോലെ ആക്കി എടുക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻ്റ് ഇടുക ഒക്കെ ചെയ്യുക. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് ഉയർച്ചയിലെത്താൻ പറ്റുള്ളൂ, ഉന്നതിയിലെത്താൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെൻ്റെ കൂടെ നിൽക്കാണ്ട് എനിക്കൊരിക്കലും, ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിൽക്കണം. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അമർത്തുക, ഒക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റ് ഇടും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും പറയാണ്ടിരുന്ന എൻ്റെ പോരായ്മകളൊന്നും എനിക്കറിയാൻ പറ്റില്ല. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ മാറ്റിയെടുക്കുക. എന്നാലും എന്തുതന്നെ ആയാലും ഞാൻ എല്ലാം കൊണ്ട് ശ്രമിക്കാം കേട്ടോ. നിങ്ങളും കൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ പിന്നെ അതിനെ മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. കാരണം എന്താ വെച്ചാൽ മൂടി വെച്ചാൽ അതിൻ്റെ ഫ്ലേവറൊന്നും എവിടെ പോയില്ല, അതിൻ്റെ രുചിയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഞാൻ നല്ലോണം വറുത്തെടുത്ത് സൂപ്പറായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വേവിലെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വാട്ടിയെടുക്കുക. എന്ന് വെച്ചാൽ റോസ്റ്റ് പോലെ ആക്കണേ. അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് പിന്നെ ഒരു പാത്രത്തിലോട്ട് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ തിന്നാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ആ ചട്ടി തന്നെ വെച്ച് അതിലേക്ക് സബോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഇതരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കും. കുട്ടികൾക്ക് ഇഷ്ടമാണ്, കുട്ടികൾ കഴിക്കും. പക്ഷേ ഇതിൻ്റെ ഇതും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് നമ്മൾ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് എണ്ണ കുറഞ്ഞു പോയി. അപ്പോൾ അത് പൊരിക്കാൻ തന്നെ എണ്ണ ആയി, എന്നാലും ഇത്തിരി കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ കമൻ്റ് ഇടുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് നികത്തണം. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്കത് നികത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വോയിസ് ഓവർ രാവിലെ കൊടുക്കുന്നത്, അപ്പോൾ സൗണ്ടൊക്കെ ഒരു അടഞ്ഞ പോലെയുണ്ട്. ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ അല്ലേ, അപ്പോൾ കാലത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ലേശം ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല. കാരണം ഞാൻ ചെമ്മീൻ മസാല പുരട്ടിയപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പറഞ്ഞ പോലെ എല്ലാം നന്നായി ഇട്ടിട്ടാണ് ഞാൻ അതിനെ വറുത്തെടുത്തത്. കാരണം നല്ല എരിവുണ്ട് ചെമ്മീൻ. ഇനിയും ഞാൻ മസാല ഇട്ടാൽ ടേസ്റ്റ് പോകും. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നല്ലോണം വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ, എന്നാൽ വേവും വേണം. അപ്പം ആവശ്യത്തിനുള്ള വേവ് എടുത്തിട്ട്
അപ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിത്തഴ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു ഫോൺ വന്നു കേട്ടോ, അതാണ്. പിന്നെ അപ്പം മല്ലിത്തഴ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിത്തഴ, മല്ലിച്ചപ്പ്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പക്ഷേ എനിക്ക് മല്ലിത്തഴ എന്നൊക്കെ വായിൽ വരുള്ളൂ. കാരണം ചെറുപ്പം മുതലേ മല്ലിച്ചപ്പ് പറഞ്ഞ് ശീലിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിലെത്തിയപ്പോൾ മല്ലിത്തഴയായി. അപ്പോൾ ഞാൻ രണ്ടും പറയാറുണ്ട്. അങ്ങനെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ചെമ്മീനെ കൈക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം വേവരുതിട്ട മസാല. അപ്പം ചെമ്മീനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. നിങ്ങളെങ്ങനെയാണ് ചെമ്മീൻ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ, കമൻറ്റ് ഇട്ട് തരാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അങ്ങനെ ഞാൻ അതിനൊക്കെ ഒരു പാത്രത്തിലൊഴിച്ച് ആ ചട്ടിയിൽ തന്നെ ഞാൻ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് ആ ചട്ടിയൊന്ന് കഴുകിട്ടോ, എണ്ണ ഒഴിച്ച് പിന്നെ വെളുത്തുള്ളി, സവാള, പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ക്യാരറ്റ് ഉപ്പേരിയാണ് വെക്കണതേ. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് അതിലേക്ക് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങ ഇടുകയൊക്കെ ചെയ്യും, പക്ഷേ ഇപ്പോഴത്തെ തേങ്ങേൻ്റെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഒന്നും ഇടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് 78 റുപ്യ, 75 റുപ്യ. ചില കടയിൽ പോയാൽ 78 പറയും, ചിലയിടത്ത് പോയാൽ 75 പറയും. അപ്പോൾ പിന്നെ നമുക്കതൊന്നും ഇട്ട് കൊടുക്കണ്ട, സാധാ നോർമൽ പോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻ്റ് ഇടുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഏറ്റെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അതിനൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയിട്ട് വരട്ടെ കേട്ടോ. നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെന്നെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൂട്ടിയിട്ട് പോവുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കേട്ടോ. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.